സൗരവ്. ഞാൻ GHS പുല്ലൂരിയ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇന്ന് മാഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. അതിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിനി. അത് അവിടെ ഒരു വീട്ടിൽ എല്ലാ പരിപാടി നടന്നതിന് ശേഷം അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടി ആടുണ്ടായ മഗ്ഗെല്ലാം ഒന്നിച്ചെടുത്തിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞി വഴുതിയിട്ട് വീഴുന്ന സമയത്ത് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ചീത്ത പറയുന്നതിന് പകരം മകളെ കരുതലോടെ ശ്രദ്ധിച്ചു. അപ്പോൾ ആ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. രുക്മണി അമ്മയും ശ്രീധര മാഷും ഭാസ്കര മാഷും എല്ലാവരും കൂടിയിട്ട് ഉണ്ടായ ഒരു ക്ലാസ്സാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലാണ്. അത് സമാധാനം എങ്ങനെ നഷ്ടപ്പെടുന്നു, അതെങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഈ ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എൻ്റെ പേര് സ്വാസ്തിക്. ഞാൻ GHS പുല്ലൂരിയ സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആശ്രമത്തിലെത്തിയത് ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. ആ ക്ലാസ്സിൽ നമുക്കൊരു മാഷിനെ ഭയങ്കര ഇഷ്ടമായി. ആ മാഷ് പറഞ്ഞത് നമ്മൾ രാവിലെ എണീച്ചിട്ട് 8 മണിക്കൂർ നമ്മൾ രാത്രിക്ക് ഉറങ്ങണം, അങ്ങനെ പഠിക്കണം, കൃത്യസമയത്ത് പഠിക്കണം. അതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്ലാസ് നല്ലതായിരുന്നു എനിക്ക്. എൻ്റെ പേര് ആരാധ്യ KS. ഞാൻ GHS പുല്ലൂരിയ സ്കൂളിൽ നിന്ന് വരുന്നു. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞങ്ങൾ ആനന്ദാശ്രമം കാണാൻ വേണ്ടി വന്നു. ഇവിടെ വളരെയധികം മനോഹരമായ കാഴ്ചകളും നിറയെ മരങ്ങളും ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് മാഷ് കണ്ണിനെക്കുറിച്ചും ചെവിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു തന്നു. കണ്ണ് എന്തിനെക്കുറിച്ചാണെന്നും കണ്ണ് കാണേണ്ടതാണെന്നും അത് നല്ലത് കാണാനാണെന്നും ചെവി കേൾക്കേണ്ടതാണെന്നും നല്ലത് കേൾക്കേണ്ടതാണെന്നും നാവ് രുചിക്കേണ്ടതാണെന്നും നല്ലത് രുചിക്കേണ്ടതാണെന്നും വാക്ക് നല്ലത് മാത്രമേ പറയാനുള്ളതാണെന്നും. നന്ദി. നമസ്കാരം. ഞാൻ വിനീത A. GHS പുല്ലൂരിയയിലെ മലയാളം ടീച്ചറാണ്. 51 കുട്ടികളും 2 ടീച്ചറും ഒരു ബസ് ഡ്രൈവറുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാനൊരു 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആനന്ദാശ്രമം, ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് ഒരുപാട് വിദേശ വനിതകളും പൗരന്മാരും ഒക്കെ കണ്ടിരുന്നു. നല്ലൊരു ആത്മീയത നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു. ഇന്ന് അതിന് മാറ്റമൊന്നുമില്ല. ഒരു ആശ്രമത്തിൻ്റെ ശാന്തതയും പരിശുദ്ധിയും എല്ലാം നിറഞ്ഞ ഒരു അന്തരീക്ഷം. ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഭാഗം പോലും ഇവിടെ കാണാൻ കഴിയുന്നില്ല. നിറയെ മരങ്ങളും ഈ നഗര ഹൃദയ ഭാഗത്ത് ഇത്രയും മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു ആശ്രമ പരിസരം ഏറെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ ശ്രീധരൻ മാഷും ഭാസ്കരൻ മാഷും നന്നായിട്ട് കൈകാര്യം ചെയ്തു. കൂടെ രുക്മിണി ടീച്ചറും 3 പേരും നന്നായിട്ട് മോട്ടിവേഷൻ ചെയ്തു. കുട്ടികൾക്ക് ഏറെ പ്രയോജനകരവും ഉപകാരപ്രദവും പ്രചോദനാത്മകമായിരുന്നു ക്ലാസ്. മൂല്യങ്ങളെക്കുറിച്ചായിരുന്നു. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഉപകാരപ്രദമായിട്ടുള്ള സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള നന്മ നിറഞ്ഞ ഏതൊരു പ്രവർത്തനത്തെയും നമ്മൾ മൂല്യങ്ങളെന്ന് വ്യാഖ്യാനിക്കാം. എന്തായാലും കുട്ടികൾക്ക് നല്ല ക്ലാസ്സാണ് കിട്ടിയിരിക്കുന്നത്. ഏറെ ഉപയോഗപ്രദമാണ് ഈ ക്ലാസ് എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാൻ GHS പുല്ലൂർ ഏരിയയിലെ അധ്യാപികയാണ്. കുട്ടികൾക്ക് വേണ്ടി ഇന്ന് മൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ മനോഹരമായൊരു ക്ലാസ് തന്നെ സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ അദ്ദേഹം കുട്ടികൾക്ക് പകർന്നു നൽകി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ട് വളർന്നിട്ടുള്ളതും ഇന്ന് കുട്ടികൾക്ക് സാധാരണ കേൾക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്നതുമായ ഒരുപാട് കഥകൾ വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.